ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതരെ, വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 32-ാം വാക്യം. ഇവൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു; കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു. 3 നഷ്ടങ്ങളുടെ ചിത്രമാണല്ലോ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. ഒരു പിതാവിൻ്റെ 2 മക്കൾ. ഇളയ മകൻ പിതാവിൽ നിന്ന് വസ്തുവകകളുടെ ഓഹരി വാങ്ങി ധൂർത്തനായി ജീവിച്ച് എല്ലാം നഷ്ടപ്പെടുത്തി പിന്നീട് പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുന്നു. ഈ വേദഭാഗത്തിൽ ഒന്നാമതായിട്ട് സിൻ ഈസ് എ ഗ്രാജ്വൽ പ്രോസസ്സ് എന്നുള്ള ചിന്തയാണ്. പിതാവിൻ്റെ സ്നേഹവും ആനുകൂല്യങ്ങളും ആസ്വദിച്ച് വളർന്നവനാണ് ഈ പുത്രൻ. അഹങ്കാരമാണ് അവനെ പിതാവിൻ്റെ വിരുന്ന് മേശയിൽ നിന്ന് അകറ്റുന്നത്. പെട്ടെന്നുള്ള തീരുമാനമായിരിക്കില്ല അവനെ പിതാവിൽ നിന്ന് ആനുകൂല്യം ചോദിക്കുവാൻ പ്രേരിപ്പിച്ച ഘടകം. മനസ്സിൽ തീരുമാനമെടുത്ത് അധികം താമസിയാതെ പിതാവിനോട് വസ്തുവകകൾ ചോദിക്കണം. അങ്ങനെയുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാകുമ്പോൾ പിതാവുമായിട്ടുള്ളൊരു മാനസിക അകൽച്ച സ്വാഭാവികമാണ്. ഭവനം വിട്ടുപോകണം എന്നുള്ള ചിന്ത, സുഖസമ്പൂർണമായൊരു ജീവിതം നയിക്കണം എന്നുള്ളൊരു ചിന്ത, വീട് വിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് അവൻ അപ്പൻ്റെ മനസ്സിൽ നിന്ന് പടിയിറങ്ങിയിരുന്നു. നിയന്ത്രണമില്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടി, സ്വതന്ത്രമായ ഒരു ജീവിതത്തിനായുള്ള അഭിവാഞ്ച, അഹങ്കാരം മനുഷ്യനെ നയിക്കുന്നത് വേലിക്കെട്ടുകളില്ലാത്ത അമിതമായ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരിടത്തേക്കാണ്. ആധുനിക സമൂഹത്തിൽ ഇതുപോലെ അവിഹിതമായ ബന്ധങ്ങളിലോ ആസക്തികളിലോ ആകൃഷ്ടരാകുന്ന കുട്ടികളിൽ വിഷാദമായ ഭാവമോ വിരക്തിയോ പ്രകടമാകും. മാതാപിതാക്കളിൽ നിന്നും ഭവന അന്തരീക്ഷത്തിൽ നിന്നും അകലുവാനുള്ള ശ്രമമുണ്ടാകും. അരുത് എന്ന വിലക്ക് അവർ ഇഷ്ടപ്പെടില്ല. ഇങ്ങനെയുള്ളവർ പിന്നീട് നയിക്കപ്പെടുന്നത് ആത്മഹത്യയിലേക്കോ കൊലപാതകത്തിലേക്കോ നരകതുല്യമായൊരു ജീവിതത്തിലേക്കോ ആകും. സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ട് ചെയ്യുന്ന പാപത്തേക്കാൾ ഭയാനകമാണ് ഗ്രാജുവലായി മനസ്സിൽ ഉറച്ച് തീരുമാനമെടുത്ത് ചെയ്യുന്ന പാപങ്ങൾ. രണ്ടാമതായിട്ട് സിൻ ഈസ് എ ഡിസെൻഡിങ് പ്രോസസ്. പാപം ഒരു പടിയിറക്കമാണ്. ഇവിടെ പിതാവിൻ്റെ സ്നേഹവലയത്തിൽ നിന്ന് സ്നേഹിതരിലേക്കും, അവിടെ നിന്ന് അപരിചിതമായൊരു ദേശത്തേക്കും, അപരിചിതരായ ആളുകളിലേക്കും, പരിതാപകരമായ ഒരു സാഹചര്യത്തിലേക്കുമുള്ള ദയനീയമായ ഒരു പടിയിറക്കം. ആ സമയത്തൊന്നും അവന് കുറ്റബോധം ഉണ്ടാകുന്നില്ല. പന്നിയുടെ ഭക്ഷണം കഴിക്കേണ്ടി വന്നപ്പോൾ അവന് സുബോധമുണ്ടായി എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ എല്ലാമുള്ള സമയത്ത് ഇല്ലാത്ത ചില സുബോധങ്ങൾ എല്ലാം നഷ്ടപ്പെടുമ്പോൾ മനുഷ്യന് ഉണ്ടാകും. ഇവിടെയും പെട്ടെന്നല്ല, പടിപടിയായിട്ടാണ് സുബോധമുണ്ടാകുന്നത്. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും. അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ എന്ന് ശലോമോൻ തൻ്റെ സദൃശ്യവാക്യങ്ങൾ 14-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ദൈവകൃപ കൊണ്ട് ആർജിച്ചെടുത്ത സൗഭാഗ്യങ്ങൾ അവിഹിത മാർഗങ്ങളിലൂടെ ഉപയോഗപ്പെടുത്തുമ്പോൾ തീർച്ചയായും നഷ്ടങ്ങളുണ്ടാകും. ജീവിതം വഴിമുട്ടിയപ്പോൾ അവൻ മറ്റൊരു മനുഷ്യനെ സമീപിച്ചു. അയാൾ അവനെ സഹായിക്കുകയല്ല, ഭക്ഷണം പോലും നൽകാതെ മുതലെടുക്കുകയായിരുന്നു. നമ്മെ മുതലെടുത്ത് നമ്മിലൂടെ നേട്ടം കൊയ്യുവാൻ ശ്രമിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ടാകാം. മകൻ്റെ മടങ്ങിവരവ് ആഘോഷമാക്കുന്ന ഒരു പിതാവിൻ്റെ ചിത്രമാണ് ഈ വേദഭാഗത്തിൽ നാം കാണുന്നത്. നാം എവിടെയായാലും ഏത് സാഹചര്യത്തിലായാലും അവിടെ നിന്ന് എല്ലാം ലഭിക്കുന്ന സ്നേഹത്തിനൊരു പരിമിതിയുണ്ട്. പ്രതിസന്ധികളിൽ നമ്മെ കൈവിടുന്ന കപട സ്നേഹമാണത്. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു എന്ന് 103-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നിർവ്യാജ സ്നേഹത്തോടെ നമ്മെ സ്വീകരിക്കുന്ന പിതാവാം ദൈവത്തെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. സ്നേഹപൂർവ്വം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ്.